നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും ലോകം കനത്ത ജാഗ്രതയിൽ. കോവിഡിന്റെ പുതിയ വകഭേദം പടരുന്നത് തടയാൻ ഗൾഫ് രാജ്യങ്ങളും നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. അങ്ങനെ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നാലെ ഇസ്രായേലിലും പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ യാത്രാവിലക്ക് ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ. പ്രധാന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾക്ക് സൗദി അറേബ്യയും ബഹ്റൈനും UAEയും ഒമാനും താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നാലെ കുവൈറ്റും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. മാരകശേഷിയുള്ള പുതിയ കോവിഡ് വകഭേദം തടയാൻ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിവിധ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതിനോടകം തന്നെ പ്രതികരിക്കുകയുണ്ടായി. നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യും. ബൂസ്റ്റർ ഡോസ് വാക്സിൻ വിതരണം ഊർജിതമാക്കി കോവിഡ് വ്യാപന സാധ്യത തടയാനുള്ള നീക്കവും സജീവമാണ്. അടുത്തിടെ പ്രാബല്യത്തിൽ വന്ന ഇളവുകളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് ഗൾഫ് ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം പുതിയ കോവിഡ് വകഭേദം പടരുകയാണെങ്കിൽ തന്നെ ഉചിതമായ പുനരാലോചനകളും നടപടികളും വേണ്ടിവരുമെന്നും ബന്ധപ്പെട്ടവർ പ്രതികരിക്കുകയുണ്ടായി. കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ ബഹ്റൈൻ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. 7 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് ബഹ്റൈൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, ഇസ്വത്തീനി, മൊസാംബിക്, നമീബിയ, ലെസോത്തോ, ബോട്സ്വാന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ബഹ്റൈൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. UAE, സൗദി രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് ബഹ്റൈനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ റെഡ് ലിസ്റ്റിൽ ഇല്ലാത്ത രാജ്യങ്ങൾക്ക് നേരിട്ട് ബഹ്റൈനിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും. നിലവിലുണ്ടായിരുന്ന യാത്രാ നടപടികൾ തന്നെയായിരിക്കും അവർ പിന്തുടരേണ്ടത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ healthalert.gov.bh എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ബഹ്റൈൻ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ അറിയാൻ സാധിക്കും. വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയിലാണ്. പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് രാജ്യത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്തിരിക്കുകയാണ് അധികൃതർ. കൊറോണ എമർജൻസി കമ്മിറ്റി യോഗമാണ് മന്ത്രിസഭയ്ക്ക് ശുപാർശ സമർപ്പിച്ചത്. കൊറോണ വൈറസിന്റെ ഒമിക്രോൺ വകഭേദം രാജ്യത്തെത്തുന്നത് തടയുക എന്നതിനാണ് അധികൃതർ പ്രഥമ പരിഗണന നൽകി വരുന്നത്. രാജ്യത്തെത്തുന്നവർക്ക് PCR പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വ്യോമയാന വകുപ്പ് കർശനമാക്കിയിരിക്കുകയാണ്. പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ഇല്ല. തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്യോപ്യയിലേക്ക് മാത്രമാണ് കുവൈറ്റിൽ നിന്ന് നേരിട്ട് വിമാനം അനുവദിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.